സഞ്ജു 40 റണ്ണിന് താഴെ അടിച്ച് ഔട്ടായ കളികളിൽ CSK ജയിച്ചത് 6 എണ്ണത്തിലാകെ ഒരെണ്ണത്തിൽ മാത്രമാണ്. സഞ്ജു 40-ന് മുകളിൽ സ്കോർ ചെയ്ത എല്ലാ കളികളിലും CSK ജയിച്ചിരിക്കുന്നു. അതെ, സഞ്ജു CSKയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അപ്പം ഇന്നലെ നടന്ന CSK വേഴ്സസ് DC മത്സരത്തിൽ CSK നമുക്ക് തോന്നും വളരെ ഈസി ആയിട്ടാണ് ജയിച്ച് കയറിയതെന്ന്. പക്ഷേ സംഗതി അതല്ല കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ CSK വേഴ്സസ് DC മത്സരം നടന്ന പിച്ച് ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു പിച്ചായിരുന്നു. അതായത് അക്ഷർ പട്ടേൽ ടോസ് കിട്ടിയ സമയത്ത് തന്നെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിച്ച് മിക്കവാറും സ്പിന്നിനെ ഫേവർ ചെയ്യുന്ന തരത്തിലുള്ളൊരു പിച്ചാണ്. സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് ബാറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അക്ഷർ പറഞ്ഞത് ടോസിൻ്റെ സമയത്ത്. പക്ഷേ അക്ഷറിൻ്റെ കാൽക്കുലേഷനെ തെറ്റിച്ചുകൊണ്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ പിച്ച് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം ആ ഒരു ഹോൾഡിനെ മുതലെടുത്തുകൊണ്ട് തന്നെ CSKയുടെ സ്പിന്നേഴ്സ് വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്ത് പവർ പ്ലേയിലൊക്കെ DCയുടെ റൺ റേറ്റിനെ ഭയങ്കരമായിട്ട് തടഞ്ഞ് DCയെ വളരെ ലോ സ്കോറിലേക്ക് പോകുന്ന പറയുന്ന ഒരു സമയത്താണ് നമ്മുടെ ഒരു ഇമ്പാക്ട് സബായിട്ട് വന്ന സമീർ റിസ്വിയുടെ ഒരു മികച്ച ഇന്നിങ്സ് വന്നത്. അപ്പോൾ നമുക്കറിയാം സമീർ റിസ്വി ഈ ഒരു ടൂർണമെന്റിൽ ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം പുള്ളി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളി ബാറ്റിംഗ് ഇറങ്ങിയ മിക്ക സമയത്തും DC വൻ പ്രബലത്തിനായിരുന്നു. ആ സമയത്തെല്ലാം പുള്ളി വളരെ മികച്ച രീതിയിൽ CSKയുടെ മുൻതാരമായിരുന്ന സമീർ റിസ്വി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചത്. അപ്പോൾ ഇന്നലെയും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല. DC ഒരു 120 അല്ലെങ്കിൽ 130 ബിലോ പാർ സ്കോറിൽ പോകേണ്ട ഒരു കളിയിൽ റിസ്വിയുടെ ഒരു ഇന്നിങ്സാണ് ഇവരെ 155 വരെ എത്തിച്ചത്. അപ്പോൾ കളിയുടെ ഹൈലൈറ്റ് അതൊന്നുമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതൊന്നുമല്ല. ഞാൻ പറയാൻ വന്നത് നമ്മുടെ സഞ്ജുവിനെ പറ്റിയാണ്. അപ്പം സഞ്ജു ഇതുവരെ കളിച്ച എല്ലാ കളികളിലും നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു 40 ക്രോസ് ചെയ്ത് പോയ എല്ലാ കളികളിലും CSK ജയിച്ചിരിക്കുന്നു. സഞ്ജു 40-ന് താഴെ ഔട്ടായ ഒരു കളിയിൽ സഞ്ജു 40-ന് താഴെ ഔട്ടായ കളികളിൽ ഒരു കളി മാത്രമാണ് CSK ജയിച്ചത്. ആ ഒരു കളി നമ്മൾ കണ്ടതാണ്, രുദ്രാജും കാർത്തിക് ശർമ്മയും കൂടെ നിന്ന് ചേസ് ചെയ്ത് ജയിപ്പിച്ച കളി. അപ്പം അങ്ങനെ ഒരു ഫാക്ട്സ് എല്ലാം കൂടെ നോക്കുമ്പോഴത്തേനും നമുക്കറിയാം ഈ സീസണിൽ നടന്ന ഏറ്റവും മികച്ച ട്രേഡ്, ഒരു ബ്ലോക്ക് ബസ്റ്റർ ട്രേഡ് നമുക്ക് പറയാൻ പറ്റുന്ന ട്രേഡാണ് സഞ്ജുവിനെ CSKയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ട്രേഡ്. അപ്പം നമുക്കറിയാം സഞ്ജു 2 സെഞ്ചുറി അടിച്ച് നിന്ന ഒരു സമയത്ത് പോലും അടുപ്പിച്ച് ഒരു 2-3 ലോ സ്കോറിംഗ് വന്നപ്പോഴത്തേക്ക് തന്നെ വീണ്ടും ആൾക്കാർ പറഞ്ഞു സഞ്ജു വീണ്ടും ഔട്ട് ഓഫ് ഫോമിലായി, സഞ്ജുവിന്റെ വെടി തീർന്നു അല്ലെങ്കിൽ സഞ്ജുവിന്റെ ഗ്യാസ് തീർന്നു എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് സംസാരങ്ങൾ മൊത്തം വന്നത്. അപ്പം എപ്പോഴൊക്കെ അങ്ങനെ സംസാരം വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ സഞ്ജു ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നലെ ആ ഒരു കാഴ്ച വ്യത്യസ്തമല്ലായിരുന്നു. പിച്ച് നന്നായിട്ട് മനസ്സിലാക്കി കളിച്ച സഞ്ജു എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ വിക്കറ്റുകൾ ഒരു സൈഡിൽ നിന്ന് പോകുന്ന കണ്ട സഞ്ജു പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി കറക്റ്റായിട്ട് ആരെ അറ്റാക്ക് ചെയ്യണം എന്ന് മനസ്സിലാക്കി കളിച്ചൊരു കളി. അതായത് സഞ്ജു ഒരു റൺ റേറ്റ് കൂട്ടി എന്നൊരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് കുൽദീപിനെതിരെ മികച്ച 2-3 ബൗണ്ടറികൾ നേടി നിന്ന സമയത്ത്. അതിന്റെ തൊട്ട് പുറകെ വന്ന നടരാജനെതിരെയും വളരെ എന്താ പറയുന്നത് നല്ല അടിപൊളി ഷോട്ടുകളിലൂടെ ബൗണ്ടറി കണ്ടെത്തിക്കൊണ്ടിരുന്ന സഞ്ജു. അത് കഴിഞ്ഞ് വന്ന നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ പേസറുടെ ഓവർ പുള്ളി നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയുടെ ആ ഒരു ഓവറിൽ പുള്ളി എങ്ങനെയാണ് കളിച്ചതെന്ന് കണ്ടു നമുക്ക് കാണാം. ഒരു 4 ബോളോളം ഡോട്ട് വന്നു, ഒരു ബോൾ മാത്രം സിംഗിൾ. ആ ഒരു ഓവറിൽ എനിക്ക് തോന്നുന്നു ആകെ ഒരു റണ്ണാണ് നേടിയത്. അപ്പം അങ്ങനെ ബോളറെ നോക്കി കളിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു വിജയമാണ് ഇന്നലത്തെ ചെന്നൈയുടെ. അപ്പം സഞ്ജുവിനോടൊപ്പം തന്നെ നിന്ന് മികച്ച സപ്പോർട്ട് കൊടുത്തത് കാർത്തിക്കാണ്. അപ്പം നമുക്കറിയാം നമ്മൾ എല്ലാവരും പ്രതീക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു വീണ്ടും ആ ഒരു സ്കോറിൽ എത്തിയപ്പോൾ സഞ്ജു വീണ്ടും 3ാമതൊരു സെഞ്ചുറി കടക്കുമെന്ന് പ്രതീക്ഷയോടെ ഇരുന്നവരാണ് നമ്മുടെ ഭൂരിഭാഗം സഞ്ജു സാംസൺ ആരാധകർ. പക്ഷേ ഇന്നലെ പുള്ളി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പുള്ളി എപ്പോഴും നമുക്കറിയാം പുള്ളിയുടെ ഒരു ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോണേക്കാളും പുള്ളി ടീം പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റൺ റേറ്റ് കയറി വരുന്ന അല്ലെങ്കിൽ റൺ റേറ്റ് CSKക്ക് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യേണ്ടി വരും എന്നൊരു ഘട്ടം മനസ്സിലാക്കിയ സഞ്ജു എനിക്ക് തോന്നുന്നു ഒരു ബോൾ പോലും വേസ്റ്റ് ആക്കാണ്ട് ആരാണ് സ്ട്രൈക്ക് നിൽക്കുന്ന ആളോട് തന്നെ കളി ജയിപ്പിക്കാൻ വരുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും ശരി, CSK ജയിച്ച് പോസിറ്റീവ് റൺ റേറ്റ് തന്നെ നീങ്ങിയിരിക്കുകയാണ്. അപ്പം CSKയുടെ ക്വാളിഫിക്കേഷൻ സെനാരിയോ എന്ന് പറയുന്നതും വളരെ സിമ്പിളാണ്. അതായത് ഇനിയുള്ള 4 കളികളിൽ എനിക്ക് തോന്നുന്നു 4 കളിയും ജയിച്ചു കഴിഞ്ഞാൽ CSKയുടെ ഫേറ്റ് CSKയുടെ കൈ തന്നെയാണ്. ഇനി അഥവാ 3 കളി ജയിച്ചുള്ളെങ്കിൽ എന്നാലും മാക്സിമം ഒരു 80% ചാൻസ് പ്ലേ ഓഫിലേക്ക് പോകാനുണ്ട്. പക്ഷേ 2 കളി അല്ലെങ്കിൽ 1 കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, CSK പ്ലേ ഓഫിലേക്ക് കടക്കുന്ന കാര്യം സംശയമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും നമുക്ക് CSK എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് പകരം ചേട്ടൻ സൂപ്പർ കിങ് എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം. കാരണം നമുക്ക് നോക്കാം, ഋതുരാജ് ഗെയ്ക്വാദ്, എനിക്ക് തോന്നുന്നു ഋതുരാജ് ഗെയ്ക്വാദാണ് സഞ്ജു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സ്കോറിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ. പുള്ളിയുടെ സ്കോർ എന്ന് പറയുന്നത് 236 സംതിങ് ഓർ 2 സംതിങ് ഓടാണ്. സഞ്ജു ആണത്തെ 402. അപ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ബാറ്റിംഗ് യൂണിറ്റ് സഞ്ജു എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവന്നെന്നുള്ളത്. അത് മാത്രമല്ല ഇന്നലെ സഞ്ജുവിൻ്റെ പ്രകടനത്തോടു കൂടി പുള്ളി ഇതുവരെയുള്ള ടൂർണമെന്റിലെ ടോട്ടൽ നമ്പർ ഓഫ് 4കളുടെ എണ്ണത്തിൽ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 6കളുടെ എണ്ണത്തിലാകട്ടെ എനിക്ക് തോന്നുന്നു 5ാം സ്ഥാനത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പുള്ളിയുടെ ബാറ്റിംഗ് ആവറേജ് കളിച്ച മിക്ക കളിയിൽ നോട്ട് ഔട്ട് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ബാറ്റിംഗ് ആവറേജ് ഒരു നല്ലൊരു ഹൈ പൊസിഷൻ തന്നെയാണ് നിൽക്കുന്നത്. 57.43 എന്ന് പറയുന്നൊരു വളരെ മികച്ചൊരു ബാറ്റിംഗ് ആവറേജ് ആണ്. ഇത് മാത്രമല്ല ഇന്നലെ നടന്ന കളിയിലെ മജോറിറ്റി അവാർഡ്സ് എല്ലാം, അത് മജോറിറ്റി എന്ന് പറയാൻ പറ്റില്ല, എല്ലാ അവാർഡ് പുള്ളിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 4, 6, സ്ട്രൈക്ക് റേറ്റ്, സൂപ്പർ സ്ട്രൈക്കർ, അങ്ങനെ
ഒട്ടനവധി അവാർഡുകളെല്ലാം നേടിക്കൊണ്ട് സഞ്ജു ഡൽഹിയിൽ നിന്ന് തിരിച്ച് ചെന്നൈയിലേക്ക് വരികയാണ് അവരുടെ അടുത്ത ഹോം മാച്ചിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത കളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു LSGക്കെതിരെ അവരുടെ ഹോം മാച്ച്, അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് ഫിക്ചർ വീണ്ടും LSGക്കെതിരെ. അപ്പോൾ ഈ 2 മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ചെന്നൈക്ക് ഈസി ആയിട്ട് മുന്നോട്ടുള്ളൊരു പാത്ത് തുറന്നു വരും. അപ്പോൾ ഈ 2 മത്സരത്തിനുള്ള കോൺഫിഡൻസ് കൂടെ കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വരുന്ന SRHും GT ആയിട്ടുള്ള മത്സരം ഈസി ആയിട്ട് ജയിച്ചു പോകാമെന്നാണ് തോന്നുന്നത്. അപ്പം ലാസ്റ്റ് ഡിസൈഡിംഗ് ആയിട്ട് വരുന്ന മത്സരം എന്ന് പറയുന്നത് GT ആയിട്ട് അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരമാണ്. നമുക്ക് GTയുടെ കാര്യം അറിയാം, അഹമ്മദാബാദിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ വളരെ പുലികളാണ്, പ്രത്യേകിച്ച് ഗില്ല്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.